കഞ്ചാവ് നിയമവിധേയമാക്കണം. ഇപ്പോൾ കേരളം മുഴുവൻ ലഹരിയുടെ അടിമയാളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികളായാലും പ്രായമായവരായാലും എല്ലാവരും. അതിനിടയ്ക്കാണ് മൈത്രേയൻ പറയുന്നത് ലഹരി നിയമവിധേയമാക്കണം. അതായത് കഞ്ചാവ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നിയമവിധേയമാക്കണം. കഞ്ചാവിന് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല ഇതിൻ്റെ സാധ്യതകൾ എന്താണ് എന്നുള്ളത്. മൈത്രേയൻ പോയി പഠിച്ച റിസർച്ച് സെന്ററിലൊന്നും ഞാൻ പോയി പഠിച്ചിട്ടില്ല കഞ്ചാവുമായി അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട്. എന്താണ് മൈത്രേയൻ പറഞ്ഞതിലെ നല്ല വശവും അതിൻ്റെ ദൂഷ്യവശവും? യഥാർത്ഥത്തിൽ മൈത്രേയനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ABC-യിൽ ഒരു ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ധന്യയുമായിട്ടൊരു വലിയ ഫൈറ്റ് വന്നത്. ആ ഫൈറ്റിനിടയ്ക്ക് മൈത്രേയൻ രക്ഷയില്ലാത്തത് കൊണ്ട്, അതായത് മറ്റുള്ളവരെ ബഹുമാനിക്കണം, അവരെ സ്വതന്ത്ര വ്യക്തികളാണെന്നൊക്കെ പറയുന്ന മൈത്രേയൻ ധന്യയെ കണ്ടാൽ കുളിക്കണം എന്നൊരു വാചകം പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അത് മൈത്രേയൻ്റെ വിവരമില്ലായ്മ കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ മൈത്രേയനെ കണ്ടാൽ കുളിച്ചിട്ടും കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കഞ്ചാവിൻ്റെ കാര്യം മാത്രമല്ല മൈത്രേയൻ പറഞ്ഞത്, ഇത് MDMA-യുടെ കാര്യം കൂടി മൈത്രേയൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത്, കേരളത്തിൽ എന്തിനാണ് ഇത് നിരോധിച്ചിരിക്കുന്നത്? കേരളത്തിൽ ഇത് നിരോധിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇതിന് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സംഗതിയാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് മനുഷ്യന്മാരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഇതിനെ നിരോധിച്ചത് കൊണ്ട് കാര്യമില്ലെന്നും, ബൈക്ക് കൊണ്ട് എത്രയോ അപകടങ്ങൾ സംഭവിച്ച ആളുകൾ മരിക്കുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടും ബൈക്ക് നിരോധിക്കുന്നില്ല? വളരെ രൂക്ഷമായ ഭാഷയിലാണ് മൈത്രേയൻ ചേട്ടൻ ചോദിക്കുന്നത്. പക്ഷേ ഏത് സർവകലാശാലയിലാണ് പുള്ളി പഠിച്ചത് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ വിവരമില്ലായ്മ പറയരുത് എന്ന് മാത്രമാണ് മൈത്രേയനോട് ദയവായിട്ട് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ കേരളത്തിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നിപ്പം ഞാൻ പറയാം. ഒരു ഉദാഹരണം പറയാം. പാരസെറ്റമോൾ എന്ന് പറയുന്ന ഒരു ഗുളിക വളരെ ശക്തമായ തലവേദനയുള്ള സമയത്ത്, 101 ഡിഗ്രി പനിയുള്ള സമയത്ത് മാത്രം കഴിക്കേണ്ട ഒന്നാണ് പാരസെറ്റമോൾ. അത് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ലിവറിനെ ഇഞ്ചുറി ലിവറിന് ഉണ്ടാക്കും എന്നും അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ മാത്രം കഴിക്കേണ്ട ഒരു മെഡിസിൻ നമ്മളൊക്കെ വാങ്ങിക്കഴിക്കുന്നത്, നമ്മളെന്ന് പറയുന്നത് സമൂഹത്തെയാണ് ഉദ്ദേശിച്ചത്, ഈ ഒരു തലവേദന വരുമ്പോഴേക്കും വാങ്ങിക്കഴിക്കുകയും നിരന്തരമായി പാരസെറ്റമോൾ വാങ്ങിക്കഴിക്കുകയും എന്നിട്ട് ലിവറും കിഡ്നിയും പോയി എത്രയോ അധികം ആളുകളുണ്ട്. ഇതിന്റെ മുകളിൽ എഴുതി വെച്ച് പഠിപ്പിച്ചു കൊടുത്ത സാധനമാണ്. എന്നിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അതുപോലെ ഇതിന്റെ മെഡിസിനൽ വാല്യൂവിനെ പറ്റി, എഫക്റ്റിനെ പറ്റിയൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഇത് ഇത്ര ഡോസേജിൽ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞൊരു ക്ലാസ് എടുത്തുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 100 mg ഡോസിൽ ഞാൻ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് വാങ്ങിക്കഴിക്കുന്ന യുവത്വമാണോ ഇവിടെ ഉള്ളത് എന്ന് പറയുന്ന ആളുകളാണോ ഇവിടെ ഉള്ളത്? ഇവരുടെ തലച്ചോറിലും ഞരമ്പുകളിലും ഒക്കെ എത്രയധികം ലഹരി കിട്ടുമോ അത്രയധികം ലഹരി കിട്ടാനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യും. ഒന്ന്. രണ്ട്, ഇത് മെഡിക്കൽ ഷോപ്പിലൊന്നും പോയി വാങ്ങിക്കഴിക്കുന്ന സാധനങ്ങളല്ല. ഇവർക്ക് മില്ലിഗ്രാം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പ്രത്യേക ലാബോ അല്ലെങ്കിൽ പ്രത്യേക സൗകര്യങ്ങളോ ഒന്നും വീടുകളിൽ ഒരുക്കിയിട്ടില്ലല്ലോ. അതിന് കൂടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ MDMA എന്ന് പറയുന്നത് വളരെ മാരകമായ ലഹരി അല്ലേ? തീർച്ചയായും. അത് ചെറിയ അളവിൽ ഉപയോഗിച്ചാലും വലിയ അളവിൽ ഉപയോഗിച്ചാലും ശരീരത്തിന് വലിയ ദൂഷ്യമല്ലേ ചെയ്യുന്നത്? അല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. കാരണം ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ ആന്റി ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ലഹരി പദാർത്ഥം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആന്റി ഡിപ്രസൻസ് എന്ന് പറഞ്ഞ് ഇപ്പം സൈക്കോളജി വിഭാഗങ്ങളൊക്കെ നൽകുന്ന മെഡിസിനൽ വാല്യൂ ഉള്ള പലതരത്തിലുള്ള ഈ ആന്റി ഡിപ്രസൻസ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ആൻസൈറ്റിക്ക് കൊടുക്കുന്ന മെഡിസിൻസ് അത്തരം മെഡിസിനൽ വാല്യൂ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്ന് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ധന്യ പറഞ്ഞ ഈ ലഹരി വസ്തു. അത് വളരെ ചുരുങ്ങിയ അളവിൽ കൃത്യമായ ഡോക്ടേഴ്സിന്റെ മേൽനോട്ടത്തിൽ ഡോസേജ് അളവിൽ ആളുകളുടെ ശരീരഭാരം, BP, പ്രഷർ തുടങ്ങിയ നാഡികളുടെ ഫലം വരെ പരിശോധിച്ചിട്ട് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ സംഗതി. ഇത് കടുത്ത ആന്റി ഡിപ്രസൻസ് രോഗികൾക്ക് കൊടുക്കാനുള്ളതാണ്. ഇപ്പോഴത്തെ ഈ പറയുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നത് 100 മില്ലിഗ്രാമാണ് ഇത് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഇപ്പോൾ ഉള്ള ആളുകൾ ഉപയോഗിക്കുന്നത് 2000, 3000, 5000 മനസ്സിലാക്കണം. അപ്പൊ എത്രത്തോളം അപകടകരമാണെന്ന് മനസ്സിലായി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് കിട്ടാത്തത് കൊണ്ട് 1000 കിട്ടാത്തത് കൊണ്ട് 1000 കിട്ടി അത് ബ്രെയിനിൽ ഈ ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് അതിന്റെ ലഹരി കഴിയുമ്പോൾ വീണ്ടും ഇതിനെ എന്ത് ചെയ്യും? ശരീരം ഇത് കുറയ്ക്കും. അപ്പോൾ ഇതിന്റെ ഇരട്ടി എടുക്കേണ്ടി വരും. ഇതിനെ ഇങ്ങനെ അതിജീവിച്ചു കൊണ്ടേയിരിക്കും ശരീരം. അവസാനം ഇതിങ്ങനെ എത്തി നമ്മുടെ സകല നാഡീ ഞരമ്പുകളും നശിച്ച് ഒരു മനുഷ്യൻ ഏറ്റവും മൃഗീയമായ രീതിയിലേക്കായി പോകുന്ന ഏറ്റവും അപകടകരമായ ഒരു സംഗതിയാണ് ഈ പറയുന്ന ലഹരി എന്ന് പറയുന്നത്. ഇതിനെയാണ് മൈത്രേയൻ ഒരു പുല്ലുവിലയും കൽപ്പിക്കാതെ കേരളത്തിലെ ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ നിൽക്കുന്നത്. ഇദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വിവരം ഉണ്ടാവും എന്ന് കരുതിയിട്ട് കേരളത്തിലെ എല്ലാ ആളുകളും ഇങ്ങനെ വിവരമുള്ളവരാണെന്ന് ധരിക്കരുത്.
ഈ പറയുന്ന പാരസെറ്റാമോളും നമ്മൾ ഈ പറയുന്ന ആന്റി ആങ്സൈറ്റി മെഡിസിനും എപ്പിലെപ്സി മെഡിസിനും BP-യുടെ ഗുളികയും അടക്കം എടുത്ത് വിഴുങ്ങി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ഇവിടെയുള്ള ആളുകൾ. ആ ആളുകൾക്കിടയിലേക്കാണ് ഇത്രയും വലിയ അപകടകരമായ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. എത്രമാത്രം ദോഷമാണ് ഈ സമൂഹത്തിന് ഇയാൾ ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്ന സ്ത്രീ പുരുഷ ബന്ധമോ അല്ലെങ്കിൽ ലൈംഗികതയോ അത് എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഇത് ഒരു സമൂഹത്തിൽ ഇയാൾ കൊടുക്കുന്നത് അത്യന്തം അപകടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു തലമുറ നശിച്ച് നാറാണക്കല്ലായി പോകുന്നതിൻ്റെ അവസ്ഥയിലേക്കാണ് ഇയാൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും കൃത്യമായി അറിയില്ല എൻ്റെ ബ്രെയിനിൽ ഇത് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇത് ഉപയോഗിക്കുന്നു, ഇവർക്ക് വലിയ സന്തോഷം കിട്ടുന്നു, ചിലർക്ക് പറന്നു കിടക്കുന്ന പോലെ തോന്നുന്നു. ചിലർക്ക് ഇപ്പം ഞാൻ ഭയങ്കര സാഡാണെങ്കിൽ ഞാൻ ഈ ഏതെങ്കിലും ഒരു ലഹരി, ഇപ്പം പലതരം ലഹരികളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു വലിയ വിഷമത്തിലാണെങ്കിൽ ആ വിഷമത്തിൻ്റെ എക്സ്ട്രീമിലായിരിക്കും ഞാൻ ഉണ്ടാവുക. ഇപ്പം ഞാൻ സന്തോഷത്തിലാണെങ്കിൽ ആ സന്തോഷത്തിന്റെ എക്സ്ട്രീമിലായിരിക്കും ഞാൻ ഉണ്ടാവുക. 2-3 ദിവസം നിരന്തരമായി നിന്ന് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും, തുള്ളാൻ പറ്റും, ഉറങ്ങാതിരിക്കാൻ പറ്റും. ഇതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. സെക്സ് എനർജി കൂട്ടും. എന്താ പറയാ ഞാൻ ചോദിക്കാൻ വന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും വലിയ അറിവില്ല, അതാണ് വാസ്തവം. നമ്മുടെ ഈ ആൻസൈറ്റിയുടെ ഗുളിയൊക്കെ കഴിക്കുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ഒരു ദിവസം ഇപ്പോൾ നിരന്തരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിക്കാതിരിക്കുമ്പം നമ്മുടെ മൈൻഡിൽ അത് കഴിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഉറക്കമില്ലാത്തത്, അല്ലെങ്കിൽ അത് കഴിക്കാത്തത് ഓവർ ചിന്ത, അത് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ നോർമലാണ്. ഇപ്പോൾ ഒരു മെഡിസിൻ പോലും നമ്മളെ വല്ലാത്ത ഒരു അഡിക്റ്റിലേക്ക്, സ്ഥിരമായി മെഡിസിൻ കഴിക്കുന്നത് പോലെ അഡിക്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇത്രയും മാരകമായ ലഹരി ഉപയോഗിക്കാം, അത് നിയമവിധേയമാക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറ ഇപ്പൊ തന്നെ വഴി തെറ്റി. കുറേ പിള്ളേര് എവിടെ നിന്നൊക്കെ ലഹരി വരുന്നു എന്ന് നമുക്കറിയില്ല. ആ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയും ഒക്കെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് സമൂഹം വളരെ മൃഗീയമായി മാറിക്കൊണ്ടിരിക്കുന്നിടത്താണ് ഇയാളെപ്പോലുള്ളവർ ഇത്തരം കാര്യങ്ങൾ പറയും. ഇത് എക്സൈസോ അല്ലെങ്കിൽ അത്തരം ബന്ധപ്പെട്ട ആളുകളോ ഇതിനെതിരെ കേസ് എടുക്കണ്ടേ? തീർച്ചയായിട്ടും ഞാൻ അതാണ് പറയാൻ വന്നത്. കാരണം ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ മൈത്രേനെതിരെ കേസെടുക്കണം. എന്തും വിളിച്ചു പറയാമെന്നുള്ളൊരു ധൈര്യം കേരള സമൂഹത്തിന് ഇയാൾ പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ പുതുതലമുറയോട്, അടുത്ത ഭാവി തലമുറയോട്, ഇപ്പോഴുള്ള ആളുകളോട് ഇയാൾ ചെയ്യുന്ന അത്ര വലിയ ക്രൂരതയാണ്. ഈ പുള്ളിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ അങ്ങേയറ്റം അപകടകരമായ രീതിയിൽ ഇയാൾക്ക് ഒരു തരത്തിലും ഒരു അറിവുമില്ലാത്തൊരു മേഖലയിൽ, ഇയാൾ MBBS ഡോക്ടർ അല്ലല്ലോ, ഇയാൾ പറയുന്ന സൈക്യാട്രി വിഭാഗത്തിലെ ആളല്ലല്ലോ, ഇദ്ദേഹം ശാസ്ത്രജ്ഞനല്ലല്ലോ, ഒന്നുമല്ല. ഇദ്ദേഹത്തിന് നോർമലായിട്ട് കിട്ടുന്ന അറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോർമലായി ഒരു കാര്യത്തെ പറ്റി പഠിച്ചിട്ട് നമുക്കുണ്ടാകുന്ന ഒരു അറിവുണ്ടല്ലോ, ആ അറിവ് പോലും ആർക്കില്ല, ഈ പറയുന്ന മൈത്രൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഒരു അറിവുള്ള ആളാണെങ്കിൽ ഇതിന്റെ ദൂഷ്യവശം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ധന്യ പറഞ്ഞൊരു കാര്യം, ആന്റി ഡിപ്രസൻസ് മരുന്ന് കഴിക്കുന്ന സമയത്ത് 1 ദിവസമോ 2 ദിവസമോ ആ മെഡിസിൻ കഴിക്കാതിരുന്നാൽ ഒരാളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ട്. അയാൾക്ക് ഉറക്കം വരാത്ത അവസ്ഥ ഉണ്ടാകും, അയാൾ തളർന്നു വീഴുന്നത് പോലെ, അയാളുടെ ശരീരത്തിൽ അമിത ചിന്ത വരും, ഹീറ്റ് കൂടും, ചിലർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ക്ഷീണിച്ചു പോകും, ചില ആളുകളുടെ ബോഡി വിറയ്ക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. ഇത് പിന്നെ മെഡിസിൻ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ഹോർമോൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഒരുപാട് മെഡിക്കൽ രീതികളുണ്ട്, അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനിൽ പോലും ഇത്രയ്ക്ക് ഒരു ചെറിയൊരു മെഡിസിൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1000-ഓ 2000-ഓ മില്ലിഗ്രാമിലൊക്കെ ഈ സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റുന്ന ഒരാളുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന പ്രശ്നം ആലോചിച്ച് നോക്കി. നമ്മുടെ ബ്രെയിന് വളരെ 15% നമ്മുടെ ബ്രെയിന് ഈ പറയുന്ന സെറോട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മുടെ ഹാപ്പി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കിയൊക്കെ കുടലിലാണ് ഒരു പരിധിവരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിനെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് നമ്മൾക്ക് ഇപ്പൊ ധന്യയുടെ തലയിൽ ഒരു 10 കിലോയുടെ ഒരു കല്ലെടുത്ത് വെച്ചുള്ളൂ, താങ്ങാൻ പറ്റും. 100 കിലോയുടെ ഒരു കല്ലെടുത്ത് വെച്ച് തന്നാലോ, കോട്ടെ 500 കിലോയുടെ ഒരു കല്ലാണ് എടുത്ത് വെക്കുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? കഴുത്തൊടിഞ്ഞു പോകും. ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികളിൽ സംഭവിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒന്നും മനസ്സിലാക്കാത്ത ഒരു ആളുകളുള്ള ഇപ്പം നമുക്ക് പനി വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പോലും, അല്ലെങ്കിൽ പനി വന്നാൽ 101 ഡിഗ്രിക്ക് കഴിഞ്ഞാൽ മാത്രമേ ഗുളിക കൊടുക്കാവൂ എന്ന് പോലും ഉള്ള ഒരു നിയമമുള്ള സ്ഥലമാണ് എന്ന് അറിയാത്ത ഈ നാട്ടിലെ ആളുകളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല. ഇതിന്റെ മെഡിസിനൽ വാല്യൂ, ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വേറൊരു വശമാണ്. ഇത് കഞ്ചാവ് മെഡിസിൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വാരി കഴിക്കേണ്ടതല്ല. അതിനൊക്കെ കൃത്യമായ വശങ്ങളും രീതികളും ഉണ്ട്. ഈ കാര്യത്തിൽ മൈത്രേയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഞാൻ വേറൊരു ഭാഷയും ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നുകൊണ്ട് മാത്രമാണ് പ്രയോഗിക്കാത്തത്. അങ്ങേയറ്റം മോശമായ കാര്യമാണ്. സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയാകുന്നുണ്ട്, എക്സൈസ് സംവിധാനങ്ങൾ നോക്കുകുത്തിയാകുന്നുണ്ട്. ഇയാളെപ്പോലുള്ള സാമൂഹ്യ ശല്യങ്ങളെ നിലക്കി നിർത്തണം. അത് വേറൊരു കാര്യത്തിലല്ല, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ നിലപാടൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല.